ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. കൊരട്ടിയിൽ തെരുവ് നായ്ക്കളുടെ വിഹാരം. ഫാമിലെ 200ഓളം ഇറച്ചിക്കോഴികളെ തെരുവ് നായ്ക്കൾ കടിച്ചുകൊന്നു. പുതുക്കാട് കേളിപ്പാടത്ത് പേയിളകി പശു ചത്തു. കേളിപ്പാടം പനിയത്ത് വിജയന്റെ 2 വയസ്സ് പ്രായമുള്ള പശുവാണ് ശനിയാഴ്ച ചത്തത്. കുസാറ്റ് ദുരന്തത്തിൽ മുൻ പ്രിൻസിപ്പലിനെയും അധ്യാപകരെയും പ്രതി ചേർത്ത പോലീസ്. ചുമത്തിയത് മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കുറ്റം. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. കൊരട്ടി കോനൂർ സ്വദേശി പൈനാടത്ത് പൗലോസിന്റെ വീടിനോട് ചേർന്നുള്ള ഫാമിലെ 200ഓളം ഇറച്ചിക്കോഴികളെ തെരുവ് നായ്ക്കൾ കടിച്ചുകൊന്നു. സംഭവസ്ഥലത്ത് നിന്നും 3 കിലോമീറ്റർ പരിധിയിലുള്ള കൂവക്കാട്ടുകുന്നിലെ സ്വകാര്യ വ്യക്തിയുടെ ഫാമിലെ 250ഓളം കോഴികളെ കഴിഞ്ഞ ദിവസം കുറുനരി കടിച്ചുകൊന്നിരുന്നു. ഇന്ന് രാവിലെ 8 മണിയോടെ കോഴികൾക്ക് തീറ്റ കൊടുക്കാൻ ഫാമിലെത്തിയപ്പോഴാണ് കോഴികൾ കൂട്ടത്തോടെ ചത്തുകിടക്കുന്നത് കണ്ടത്. ഈ മേഖലയിൽ പലയിടത്തും നായ്ക്കൾ തമ്പടിക്കുന്നതായി പരാതിയുള്ളതാണ്. കൊരട്ടി പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ കുമാരി ബാലൻ അടക്കമുള്ളവർ സ്ഥലം സന്ദർശിച്ചു. ഈ വിവരം വെറ്ററിനറി ഡോക്ടറെയും അറിയിച്ചിട്ടുണ്ടെന്നും പഞ്ചായത്തിൻ്റെ അടിയന്തര ശ്രദ്ധയിൽ ഇക്കാര്യം കൊണ്ടുവരുമെന്നും കൊരട്ടി പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ കുമാരി ബാലൻ പറഞ്ഞു. മുൻപും ഇതുപോലെ തെരുവുനായ്ക്കളുടെ ശല്യം രൂക്ഷമായിരുന്നിട്ടും പഞ്ചായത്ത് വേണ്ട നടപടികൾ സ്വീകരിച്ചില്ല എന്നും പരക്കെ പരാതിയുണ്ട്. സംഭവസ്ഥലത്ത് നിന്നും 3 കിലോമീറ്റർ പരിധിയിലുള്ള കൂവക്കാട്ടുകുന്നിലെ സ്വകാര്യ വ്യക്തിയുടെ ഫാമിലെ 250ഓളം കോഴികളെ കഴിഞ്ഞ ദിവസം കുറുനരി കടിച്ചു കൊന്നിരുന്നു. മീഡിയ ടൈം, ചാലക്കുടി. പുതുക്കാട് കേളിപ്പാടത്ത് പേയിളകി പശു ചത്തു. കേളിപ്പാടം പനിയത്ത് വിജയന്റെ 2 വയസ്സ് പ്രായമുള്ള പശുവാണ് ശനിയാഴ്ച ചത്തത്. 5 മാസം ഗർഭിണിയായിരുന്നു. പശുവിനെ ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ സംസ്കരിച്ചു. കഴിഞ്ഞ ദിവസം മുതലാണ് പശുവിനെ പേയുടെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത്. വെറ്ററിനറി ഡോക്ടർ എത്തിയാണ് പേ പിടിച്ചതാണെന്ന് സ്ഥിരീകരിച്ചത്. സമീപത്തെ പാടത്ത് തീറ്റാൻ വിട്ടപ്പോഴാകാം വിഷബാധ ഏറ്റതെന്ന് കരുതുന്നതായി വീട്ടുകാർ പറഞ്ഞു. വീട്ടുകാർ 3 പേരും പശുവിനെ ചികിത്സിച്ച 2 പേരും പ്രതിരോധ കുത്തിവയ്പ്പെടുത്തു. പശുവിനെ ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ സംസ്കരിച്ചു. തെരുവ് നായയുടെ കടിയേറ്റാണ് പശുവിനെ പേയിളകിയതെന്നാണ് പ്രാഥമിക നിഗമനം. പ്രദേശത്ത് തെരുവ് നായ്ക്കളുടെ ശല്യം രൂക്ഷമാണെന്നും ഇവയെ പിടികൂടി പേവിഷബാധയ്ക്കുള്ള കുത്തിവയ്പ് നടത്തുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതായും സ്ഥലത്തെത്തിയ പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് പറഞ്ഞു. പഞ്ചായത്ത് അംഗങ്ങളായ CC സോമസുന്ദരൻ, ആൻസി ജോബി, രതി ബാബു തുടങ്ങിയവരും സ്ഥലത്തെത്തി. മീഡിയ ടൈം, പുതുക്കാട്. കുസാറ്റ് ദുരന്തത്തിൽ മുൻ പ്രിൻസിപ്പലിനെയും അധ്യാപകരെയും പ്രതി ചേർത്ത പോലീസ്. ചുമത്തിയത് മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കുറ്റം. ടെക് ഫെസ്റ്റിന്റെ ചുമതലക്കാരായിരുന്നു പ്രതി ചേർക്കപ്പെട്ട 2 പേരും. അന്വേഷണ റിപ്പോർട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. കളമശ്ശേരി കുസാറ്റ് ക്യാമ്പസിലെ ഓഡിറ്റോറിയത്തിൽ സംഗീത പരിപാടിക്ക് തൊട്ടു മുൻപുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 4 പേർ മരിച്ച സംഭവത്തിൽ പ്രിൻസിപ്പലിനെയും അധ്യാപകരെയും പോലീസ് പ്രതി ചേർത്തു. ഡോക്ടർ ദീപക് കുമാർ സാഹു, ടെക് ഫെസ്റ്റ് കൺവീനർമാരായ അധ്യാപകരായ ഡോക്ടർ ഗിരീഷ് കുമാർ തമ്പി, ഡോക്ടർ N ബിജു എന്നിവർക്കെതിരെയാണ് കേസ്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ വകുപ്പ് ചുമത്തിയാണ് തൃക്കാക്കര SP-യുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിന്റെ നടപടി. പോലീസ് സഹായം തേടിയുള്ള പ്രിൻസിപ്പലിന്റെ കത്ത് കൈമാറാതിരുന്ന സർവകലാശാല രജിസ്ട്രാർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്നതടക്കം പരിശോധിക്കുമെന്നും പോലീസ് അറിയിച്ചു. കേസിന്റെ നിലവിലെ അന്വേഷണ പുരോഗതി അറിയിച്ച് ഹൈക്കോടതിയിൽ പോലീസ് റിപ്പോർട്ട് നൽകി. അപകടത്തിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന KSUവിന്റെ ഹർജി വരുന്ന 16-ാം തീയതി ഹൈക്കോടതി പരിഗണിക്കും. 2023 നവംബർ 25-നാണ് കുസാറ്റിൽ അപകടമുണ്ടായത്. ടെക് ഫെസ്റ്റിനിടയിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് വിദ്യാർത്ഥികളടക്കം 4 പേരാണ് മരിച്ചത്. 62 പേർക്കാണ് പരിക്കേറ്റത്. സംഭവത്തിൽ അധികൃതരുടെ ഭാഗത്തു നിന്നും ഗുരുതര വീഴ്ചയുണ്ടായെന്നാണ് പോലീസ് കണ്ടെത്തിയത്. ഇതുവരെയുള്ള അന്വേഷണത്തിലെ കണ്ടെത്തലുകൾ ക്രോഡീകരിച്ചാണ് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയത്. പ്രിൻസിപ്പൽ ഡോക്ടർ ദീപക് കുമാർ സാഹുവാണ് കേസിൽ 1-ാം പ്രതി. ക്യാമ്പസിനുള്ളിൽ പരിപാടി സംഘടിപ്പിക്കുന്നതിന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുള്ള മാർഗരേഖ ലംഘിച്ചതായും പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. മീഡിയ ടൈം, കൊച്ചി.
കൊടുങ്ങല്ലൂർ ചേരമാൻ പള്ളിയിൽ മോഷണം നടത്തിയ പ്രതി പിടിയിൽ. മൂത്തകുന്നം പല്ലേക്കാട് വീട് വിഷ്ണുവാണ് അറസ്റ്റിലായത്. ആനപ്പാപ്പാനായും ബസ്സിലെ ക്ലീനറായും ജോലി ചെയ്തു വന്നിരുന്ന ഇയാൾ വടക്കേക്കര പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മോഷണക്കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കെയാണ് ഇപ്പോൾ വീണ്ടും അറസ്റ്റിലാകുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം ദേവാലയമായ കൊടുങ്ങല്ലൂർ ചേരമാൻ പള്ളിയുടെ പുറകിലെ വാതിൽ പൊളിച്ച് അകത്ത് കടന്ന് അകത്തിരുന്ന സ്റ്റീൽ അലമാര കുത്തിപ്പൊളിച്ച് അതിനകത്തുണ്ടായിരുന്ന 3000 രൂപയോളം മോഷണം ചെയ്തു കൊണ്ടുപോയ കേസിലെ പ്രതിയെ പോലീസ് പിടികൂടി. മൂത്തകുന്നം പല്ലേക്കാട് വീട് വിഷ്ണുവാണ് അറസ്റ്റിലായത്. ആനപ്പാപ്പാനായും ബസ്സിലെ ക്ലീനറായും ജോലി ചെയ്തു വന്നിരുന്ന ഇയാൾ വടക്കേക്കര പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മോഷണക്കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുള്ളതാണെന്ന് പോലീസ് പറഞ്ഞു. ഇക്കഴിഞ്ഞ ഡിസംബർ 29-ന് വെളുപ്പിന് 3 മണിയോടെയാണ് ചേരമാൻ പള്ളിയുടെ പുറകിലെ വാതിൽ പൊളിച്ച് അകത്ത് കടന്ന് ഇയാൾ മോഷണം നടത്തിയത്. കൊടുങ്ങല്ലൂർ ഇൻസ്പെക്ടർ ബൈജു ഇയാറിൻ്റെ നേതൃത്വത്തിൽ SI-മാരായ ഹരോൾഡ് ജോർജ്, ആന്റണി ജിമ്പിൾ, പ്രദീപ്, സുനിൽ, ASI രാജൻ, CPO മാനുവൽ, ബിജു, നിഷാൻ എന്നിവർ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രി ബസ് സ്റ്റോപ്പ് ഇനി വേറെ ലെവൽ. ഹൈടെക് രീതിയിൽ പുനർനിർമ്മിച്ച ജനറൽ ആശുപത്രിക്ക് മുന്നിലെ ബസ് സ്റ്റോപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ഇരിങ്ങാലക്കുട പിണ്ടിപ്പെരുന്നാളിനോടനുബന്ധിച്ചുള്ള പുതുവത്സര സമ്മാനമാണ് ഈ ബസ് സ്റ്റോപ്പ് എന്ന മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. വൈഫൈ സൗകര്യം, സോളാർ സിസ്റ്റം, റൂഫിംഗ് ലൈറ്റുകൾ, മ്യൂസിക് സിസ്റ്റം, നിരീക്ഷണ ക്യാമറ, മൊബൈൽ ചാർജിംഗ് പോർട്ടുകൾ തുടങ്ങി ബുക്ക് ഷെൽഫ് വരെ ഈ അത്യാധുനിക ബസ് സ്റ്റോപ്പിൽ സജ്ജമാക്കിയിട്ടുണ്ട്. ആശുപത്രിക്ക് മുന്നിലെ കുറഞ്ഞ സ്ഥലത്തുണ്ടായിരുന്ന കാന പുനർനിർമ്മിച്ച് അതിന് മുകളിലായാണ് 25.2 ചതുരശ്ര മീറ്ററിൽ 2 ഭാഗങ്ങളിലായി ബസ് ഷെൽട്ടർ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത്. ബസ് സ്റ്റോപ്പിൽ വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രാജേഷ് അശോകന്റെ നേതൃത്വത്തിൽ വരച്ചിരിക്കുന്ന ചിത്രങ്ങൾ ഏറെ മനോഹരമാണ്. 12 ലക്ഷം രൂപയാണ് ബസ് സ്റ്റോപ്പിനായി വകയിരുത്തിയിരുന്നത്. 8,10,000 രൂപയ്ക്കാണ് കരാറുകാരൻ കരാറിലേർപ്പെട്ടത്. ഇരിഞ്ഞാലക്കുട പിണ്ടിപ്പെരുന്നാളിനോടനുബന്ധിച്ചുള്ള പുതുവത്സര സമ്മാനമാണ് ഈ ബസ് സ്റ്റോപ്പ് എന്ന് മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. നഗരസഭാ അധ്യക്ഷ സുജ സജീവ് കുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വാർഡ് മെമ്പർ PT ജോർജ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വിജയലക്ഷ്മി, വിനയചന്ദ്രൻ, പഞ്ചായത്ത് മെമ്പർമാർ, മറ്റ് കൗൺസിലർമാർ, ഉദ്യോഗസ്ഥർ എന്നിവർ സംസാരിച്ചു. മീഡിയ ടൈം, ഇരിഞ്ഞാലക്കുട. ഇനി നാട്ടിൽ നടന്നത്. കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലിക്ക് ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ ആലോചനാ യോഗം തീരുമാനിച്ചു. ആഘോഷത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട VR സുനിൽകുമാർ MLA അധ്യക്ഷതയിൽ ചേർന്ന യോഗം താലപ്പൊലിയുടെ സുഗമമായ നടത്തിപ്പിനെക്കുറിച്ച് ചർച്ച ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത, എടവിലങ്ങ പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ, തഹസിൽദാർ K രേവ, DYSP സലീഷ് N ശങ്കരൻ, കൊച്ചിൻ ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത, രാഷ്ട്രീയ സാമുദായിക സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. പാലക്കാട് നടന്ന സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കലോത്സവത്തിൽ കൊടുങ്ങല്ലൂർ ടെക്നിക്കൽ ഹൈസ്കൂളിന് ഓവറോൾ കിരീടം. 207 പോയിന്റ് നേടിയാണ് കൊടുങ്ങല്ലൂർ TH സ്കൂൾ 2ാം വട്ടവും കിരീടം ഉറപ്പിച്ചത്. 198 പോയിന്റോടെ കോഴിക്കോട് ടെക്നിക്കൽ ഹൈസ്കൂൾ 2ാം സ്ഥാനത്തും 181 പോയിന്റോടെ ഷൊർണൂർ ടെക്നിക്കൽ ഹൈസ്കൂൾ 3ാം സ്ഥാനത്തുമെത്തി. ജില്ലാതലത്തിൽ 220 പോയിന്റ് നേടി കോഴിക്കോട് ഒന്നാമതെത്തി. 213 പോയിന്റോടെ തൃശൂർ 2ാം സ്ഥാനത്തും 205 പോയിന്റോടെ മലപ്പുറം 3ാം സ്ഥാനത്തുമാണ്. 194 പോയിന്റോടെ പാലക്കാട് 4ാം സ്ഥാനത്താണ്. 46 വിദ്യാലയങ്ങളിൽ നിന്ന് 1500ഓളം വിദ്യാർത്ഥികളാണ് കലോത്സവത്തിൽ മാറ്റുരച്ചത്. 48 ഇനങ്ങളിലായിരുന്നു മത്സരം. പെരിഞ്ഞനത്ത് നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് നിർത്തിയിട്ടിരുന്ന മിനി പിക്കപ്പ് ലോറിക്ക് പിറകിൽ ഇടിച്ചു. ഒരാൾക്ക് നിസാര പരിക്കേറ്റു. പെരിഞ്ഞനം സെൻട്രൽ ഗവൺമെന്റ് UP സ്കൂളിന് മുമ്പിൽ നിർത്തിയിട്ടിരുന്ന ഗ്യാസ് ഏജൻസിയുടെ മിനി പിക്കപ്പ് ലോറിയുടെ പിറകിലാണ് ബസ് ഇടിച്ചത്. പെരിഞ്ഞനം തൃപ്രയാർ വഴി തൃശൂർ റോഡിലോടുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഇന്ന് രാവിലെ 8:30ഓടെയായിരുന്നു അപകടം. ബസിന്റെ മുൻഭാഗം തകർന്നിട്ടുണ്ട്.
പുത്തൻചിറയിലെ കണ്ണികുളങ്ങര, പുളിയിലക്കുന്ന് എന്നിവിടങ്ങളിലെ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, വിദ്യാർത്ഥികൾ, കുടുംബശ്രീ ഓക്സിലറി അംഗങ്ങൾ എന്നിവർക്കായി മെമ്പേഴ്സ് എക്സലന്റ് പ്രോഗ്രാമിന്റെ ഭാഗമായി കൈയെഴുത്തു മത്സരം സംഘടിപ്പിച്ചു. കണ്ണികുളങ്ങര NSSV LP സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ VA നദീർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ രമ രാഘവൻ, ഗ്രാമപഞ്ചായത്ത് മെമ്പർ VS അരുൺരാജ്, CDS ചെയർപേഴ്സൺ സിനി അനിൽകുമാർ, PTA പ്രസിഡന്റ് വിജയ രാഘവൻ എന്നിവർ പ്രസംഗിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട അറസ്റ്റ് വരിച്ച 18 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം ജാമ്യത്തിലിറങ്ങിയ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് OJ ജനീഷിനും യൂത്ത് കോൺഗ്രസ് തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി ജോഫിൻ ഫ്രാൻസിസിനും യൂത്ത് കോൺഗ്രസ് ചാലക്കുടി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലീഡർ സ്ക്വയറിൽ സ്വീകരണമൊരുക്കി. ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. യൂത്ത് കോൺഗ്രസ് ചാലക്കുടി നിയോജക മണ്ഡലം പ്രസിഡന്റ് ലിൻസൺ നടവരമ്പൻ അധ്യക്ഷത വഹിച്ചു. KPCC മെമ്പർ അഡ്വക്കേറ്റ് ഷോൺ പെല്ലിശ്ശേരി, ചാലക്കുടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് VO പൈലപ്പൻ, പരിയാരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് MT ഡേവിസ്, UDF ചെയർമാൻ സിജി ബാലചന്ദ്രൻ, മറ്റ് കോൺഗ്രസ് നേതാക്കൾ എന്നിവർ പ്രസംഗിച്ചു. സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് വരിച്ച 18 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം ജാമ്യത്തിലിറങ്ങിയ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് OJ ജനീഷിന് ജന്മനാടായ കുഴൂരിൽ സ്വീകരണം നൽകി. മാള ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് NS വിജയൻ ഉദ്ഘാടനം ചെയ്തു. കുഴൂർ മണ്ഡലം പ്രസിഡന്റ് ഷാജു മണവാളൻ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജെറോൺ ജോൺ, ജില്ലാ ജനറൽ സെക്രട്ടറി ജിനേഷ്, നിയോജക മണ്ഡലം പ്രസിഡന്റ് ഹക്കീം ഇക്ബാൽ, ജില്ലാ സെക്രട്ടറി ഔസേപ്പച്ചൻ ജോസ്, മുഹമ്മദ് ഫൗസി, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രാജീവ് ഉണ്ണികൃഷ്ണൻ, MA ജോജോ, AC ജോയ് എന്നിവർ പ്രസംഗിച്ചു. കോടാലി ഡ്രൈവേഴ്സ് വെൽഫെയർ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന ഓപ്പൺ ചെസ് മത്സരം സംഘടിപ്പിച്ചു. ഉദ്ഘാടന സമ്മേളനത്തിന് മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി VB അധ്യക്ഷത വഹിച്ചു. സാമൂഹ്യ പരിസ്ഥിതി പ്രവർത്തകൻ CR നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ ബെന്നി തൊണ്ടുങ്ങൽ, പ്രോഗ്രാം കോർഡിനേറ്റർ ശാലിനി ജോയ്, ഡോക്ടർ അജിത് S ഭരതൻ, EA ഓമന, ഉമ്മുകുൽസു അസീസ്, ട്രസ്റ്റ് പ്രസിഡന്റ് TR ഔസേബ് കുട്ടി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KV ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. യൂത്ത് കോൺഗ്രസ് ശ്രീനാരായണപുരം മണ്ഡലം പ്രസിഡന്റായി അത്തിക് പടിയത്ത ചുമതലയേറ്റു. അഞ്ചങ്ങാടി നെഹ്റു ഭവനിൽ വെച്ച് നടന്ന ചടങ്ങ് യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ ഉദ്ഘാടനം ചെയ്തു. സ്ഥാനമൊഴിയുന്ന മുൻ മണ്ഡലം പ്രസിഡന്റ് അഹമ്മദ് ഷഹീൻ അധ്യക്ഷത വഹിച്ചു. UDF നിയോജക മണ്ഡലം പ്രസിഡന്റ് മുജീബ് റഹ്മാൻ, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് KA അഫ്സൽ, വൈസ് പ്രസിഡന്റ് ഇസ്ഹാഖ് ഹുസൈൻ, സെക്രട്ടറി സൗരവ് സുന്ദർ, എറിയാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ CM മൊയ്തു, അബ്ദുറഹ്മാൻ, KR അശോകൻ, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി CB ജയലക്ഷ്മി, കോൺഗ്രസ് പ്രസിഡന്റ് പ്രൊഫസർ K സിറാജ്, RB മുഹമ്മദ് അലി, മൊയ്തീൻകുട്ടി കാട്ടകത്ത്, TS രാജേന്ദ്രൻ, സലാം കുഴുപ്പള്ളി, ആസിഫ് മുഹമ്മദ്, ഷബീർ അലി, ആഷി തുടങ്ങിയവർ സംസാരിച്ചു. കേരള കെട്ടിട നിർമ്മാണ തൊഴിലാളി ഫെഡറേഷൻ വാർഷിക പൊതുയോഗവും എൻഡോമെന്റ് വിതരണവും നടന്നു. മേത്തല നഗരസഭാ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി സംസ്ഥാന പ്രസിഡന്റ് VK ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് പ്രസിഡന്റ് MC ഷാഹുൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി PK സായി മുഖ്യപ്രഭാഷണം നടത്തി. സതീഷ് ശങ്കർ, റൂബി സേവ്യർ, സജിനി മോൾ എന്നിവർ എൻഡോമെന്റുകൾ വിതരണം ചെയ്തു. KK മോഹനൻ, TS ചന്ദ്രൻ, KS അരവിന്ദാക്ഷൻ, KN രാധാകൃഷ്ണൻ, TV ഹരിദാസൻ, PV സ്റ്റാൻലി, PA മൈക്കിൾ, TK സജീവൻ, ES സന്തോഷ്, TC ശിവദാസൻ, NR രമണൻ എന്നിവർ സംസാരിച്ചു. ചന്ദ്രപിന്നി കണ്ണമ്പുള്ളിപ്പുറം ശ്രീ കുമാരമംഗലം സമുദായം ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തൈപ്പൂയ ആഘോഷത്തിന്റെ നോട്ടീസ് പ്രകാശനം ചെയ്തു. ക്ഷേത്രം പ്രസിഡന്റ് പ്രമിത പ്രമോദ് തണ്ടയാമ്പറമ്പിൽ, മണപ്പുറം റിതി ജ്വല്ലറി CEO CP ബാലുവിന് നൽകി പ്രകാശനം നിർവഹിച്ചു. സെക്രട്ടറി പ്രദീപ് കോണ്ടേരി, ട്രഷറർ വിംസിൻ V ബാലകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ജനുവരി 21 മുതൽ 28 വരെയുള്ള ദിവസങ്ങളിൽ 4 ശാഖകളുടെ നേതൃത്വത്തിലാണ് തൈപ്പൂയ ആഘോഷം സംഘടിപ്പിച്ചിട്ടുള്ളത്. കൊടുങ്ങല്ലൂരിൽ 2 ദിവസമായി നടന്നുവരുന്ന നിറവ് നാട്ടുത്സവം സമാപിച്ചു. കലോത്സവത്തിന് തുടക്കം കുറിച്ച് കാവിൽക്കടവിൽ നിന്ന് ഒട്ടേറെ സ്ത്രീകളും കുട്ടികളും വയോധികരും ഉൾപ്പെടെ പങ്കെടുത്ത ഘോഷയാത്ര മുത്തുകുടകളും ബലൂണുകളും വാദ്യമേളങ്ങളുമെല്ലാം ചേർന്ന് വർണ്ണശബളമായി.
സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കന്നഡ പദ്യപാരായണത്തിൽ 1ാം സ്ഥാനം നേടിയ ഫാത്തിമ നഹിദ, MG യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റ് ലഭിച്ച CN ഷൈനി, ആധുനിക ചികിത്സാരംഗത്തെ മുതിർന്ന ഡോക്ടർ PK രാജേന്ദ്രൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത ഉദ്ഘാടനം ചെയ്തു. മുൻ നഗരസഭാ ചെയർമാൻ KR ചൈത്രൻ അധ്യക്ഷത വഹിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. കൊരട്ടിയിൽ തെരുവ് നായ്ക്കളുടെ വിഹാരം. ഫാമിലെ 200ഓളം ഇറച്ചിക്കോഴികളെ തെരുവ് നായ്ക്കൾ കടിച്ചുകൊന്നു. പുതുക്കാട് കേളിപ്പാടത്ത് പേയിളകി പശു ചത്തു. കേളിപ്പാടം പനിയത്ത് വിജയന്റെ 2 വയസ്സ് പ്രായമുള്ള പശുവാണ് ശനിയാഴ്ച ചത്തത്. കുസാറ്റ് ദുരന്തത്തിൽ മുൻ പ്രിൻസിപ്പലിനെയും അധ്യാപകരെയും പ്രതി ചേർത്ത പോലീസ്. ചുമത്തിയത് മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കുറ്റം. ന്യൂസ് റൗണ്ട് പൂർണ്ണമാകുന്നു. നമസ്കാരം.